ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊൽക്കത്തയിൽ ഇക്കുറി കനത്ത പോരാട്ടമാണ്. ദക്ഷിണ, ഉത്തര കൊൽക്കത്ത മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി കോൺഗ്രസ് സഖ്യവും തൃണമൂലും BJPയും തമ്മിലാണ് പ്രധാന മത്സരം. ദക്ഷിണ കൊൽക്കത്തയിൽ വനിതകളുടെ പോരാട്ടമാണ്. കഴിഞ്ഞ 2 തവണ വിജയിച്ച മാല റോയിയാണ് ഇത്തവണയും തൃണമൂലിനു വേണ്ടി രംഗത്തുള്ളത്. CPIഎമ്മിനു വേണ്ടി സൈറ ഷാ ഹലീം മത്സരിക്കുന്നു. CPIഎം നേതാവും 30 വർഷം നിയമസഭാ സ്പീക്കറുമായിരുന്ന ഹഷീം അബ്ദുൽ ഹലീം സാബിന്റെ മകന്റെ ഭാര്യയും നടൻ നസറുദ്ദീൻ ഷായുടെ അനന്തരവളുമാണ് സൈറ ഷാ. സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ അവർ മണ്ഡലത്തിൽ വലിയ ചലനം സൃഷ്ടിക്കുന്നുണ്ട്. മണ്ഡലത്തിൽ ഉൾപ്പെട്ട ബാലിഗഞ്ച് നിയമസഭാ സീറ്റിൽ 2022 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സൈറയായിരുന്നു CPIഎം സ്ഥാനാർത്ഥി. 2021 5% നിന്ന് 30.6% വോട്ട് വർദ്ധിപ്പിച്ച അവർ BJPയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി. ദേബശ്രീ ചൗധരിയാണ് BJP സ്ഥാനാർത്ഥി. ഉത്തര കൊൽക്കത്തയിൽ തൃണമൂലിന്റെ നിയമസഭാ ചീഫ് വിപ്പായിരുന്ന തപാസ് റോയ് രാജിവെച്ച് BJPയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായി. നിലവിലെ MP സുദീപ് ബന്ദോപാധ്യായെ ഇത്തവണ ഒഴിവാക്കണമെന്ന തപാസിന്റെ നിർദ്ദേശം മമതാ ബാനർജി തള്ളിയിരുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ MPയുമായ പ്രദീപ് ഭട്ടാചാര്യയാണ് ഇടത് കോൺഗ്രസ് സഖ്യ സ്ഥാനാർത്ഥി. ജൂൺ 1 അവസാന ഘട്ടത്തിലാണ് ഇവിടെ വോട്ടെടുപ്പ്.